MLA സ്ഥാനം രാജിവെക്കാൻ PV അൻവർ ഒരുങ്ങുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വരുന്നത്. നാളെ നിർണായകമായ വാർത്താ സമ്മേളനം വിളിക്കാൻ PV അൻവർ തയ്യാറെടുക്കുകയാണ്. PV അൻവർ രാജിക്കൊരുങ്ങുന്നു എന്നതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് തുറന്ന അംഗത്തിന്, അതായത് ഇടത് സ്വതന്ത്രനായി നിൽക്കുന്ന PV അൻവർ ഇടതുപക്ഷവുമായിട്ടുള്ള എല്ലാ കെട്ടുപാടുകളും അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാ ബന്ധവും വിച്ഛേദിച്ചുകൊണ്ട് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ള പ്രഖ്യാപനമാണോ നാളത്തെ വാർത്താ സമ്മേളനത്തിൽ നടത്താൻ പോകുന്നത് എന്നതാണ് അറിയേണ്ടത്. തിരുവനന്തപുരത്താണ് PV അൻവർ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. PV അൻവറിന്റെ അടുത്ത നീക്കം എന്താണ്? തൃണമൂൽ കോൺഗ്രസിനൊപ്പം സംസ്ഥാന കോർഡിനേറ്ററായി നിന്നുകൊണ്ട് UDF-ലേക്ക് കയറാൻ PV അൻവറിന് മുന്നിലുള്ള തടസ്സം തൃണമൂൽ കോൺഗ്രസിന്റെ ആൾ എന്ന രീതിയിലുള്ള ഒരു പ്രതിനിധിയായിട്ടല്ല വേണ്ടത് എന്ന് പറയുന്നു. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ തന്നെ ഒരു MLA ആയി മാറുക എന്നതാണോ PV അൻവർ ഉദ്ദേശിക്കുന്നത് എന്നതും അറിയേണ്ടിയിരിക്കുന്നു. PV അൻവർ MLA സ്ഥാനം രാജിവെക്കാനായി തയ്യാറെടുക്കുന്നു. MLA സ്ഥാനം രാജിവെക്കും എന്നുള്ള പ്രഖ്യാപനമാണോ നാളത്തെ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നതാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതൊരു ഉഗ്രൻ നീക്കമായി തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഇടതുപക്ഷവുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്ന അൻവർ ഒറ്റയ്ക്ക് കരുത്തുണ്ടെന്ന് തെളിയിക്കാൻ പാലക്കാടും ചേലക്കരയിലും മത്സരിക്കുമെന്ന് ആദ്യം പ്രഖ്യാപിക്കുന്നു. എന്നാൽ പാലക്കാട്ടും വയനാട്ടിലും UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു. ചേലക്കരയിൽ മാത്രം സ്ഥാനാർത്ഥിയോടുള്ള വിയോജിപ്പ് കാരണം എതിർ സ്ഥാനാർത്ഥിയായി DMK-യുടെ ഒരു കാൻഡിഡേറ്റിനെ നിർത്തുകയും ചെയ്യുന്നു PV അൻവർ. അതിനുശേഷം പല നീക്കങ്ങളും PV അൻവർ നടത്തുന്നത് നമ്മൾ കണ്ടു. തൃണമൂൽ കോൺഗ്രസുമായി നടത്തിയ ചർച്ചകൾ, തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി വരാനുള്ള ധാരണയിലേക്ക് എത്തിയതിനു ശേഷം ഇതാ ഇടത് MLA എന്നുള്ള, അല്ലെങ്കിൽ ഇടത് പിന്തുണയുള്ള MLA എന്നുള്ള രീതിയിൽ താൻ തുടരുന്നില്ല എന്ന തീരുമാനമാണോ PV അൻവർ എടുത്തിരിക്കുന്നത് എന്നും അറിയേണ്ടിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള ഉറപ്പുകൾ PV അൻവറിന് കിട്ടി എന്നതാണ് ഈ ഒരു രാജിക്കൊരുങ്ങുന്നു എന്ന വാർത്തയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജിവെക്കാൻ മമതാ ബാനർജി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ PV അൻവറിന്റെ രാജി? നിർണായക വാർത്താ സമ്മേളനത്തിൽ PV അൻവർ പറയാൻ പോകുന്നത് എന്താണ്? അതറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. PV അൻവർ രാജിക്കൊരുങ്ങുന്നു. മമതാ ബാനർജിയുടെ നിർദ്ദേശാനുസരണം PV അൻവർ രാജിക്കൊരുങ്ങുന്നു. MLA സ്ഥാനം രാജിവെക്കാൻ PV അൻവർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇടതുപക്ഷത്ത് നിൽക്കുന്ന, ഇടത് പിന്തുണയുള്ള ഒരു സ്വതന്ത്ര MLA ആയി തുടരാൻ താല്പര്യപ്പെടുന്നില്ല PV അൻവർ. പ്രത്യേക ബ്ലോക്കായി നിയമസഭയിൽ ഇരിക്കാനല്ല, പൂർണ്ണമായും ഇടതുപക്ഷത്ത് നിന്ന് ഇടതോരത്തെ നിൽക്കേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശം മമതാ ബാനർജിയിൽ നിന്ന് PV അൻവറിന് കിട്ടിയോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ PV അൻവർ MLA സ്ഥാനം രാജിവെക്കാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ ഒരു MLA ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതും അറിയേണ്ടിയിരിക്കുന്നു. രാജിവെക്കാൻ മമതാ ബാനർജി നിർദ്ദേശിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ. PV അൻവർ രാജിക്കൊരുങ്ങുന്നു. MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ PV അൻവർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനം വിളിച്ച ഇക്കാര്യം PV അൻവർ നാളെ പ്രഖ്യാപിക്കും. തിരുവനന്തപുരത്താണ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് എന്നതും ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ ഉറപ്പ്, ദീദിയുടെ ഉറപ്പ് അൻവറിന് കിട്ടിയോ? അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം എത്തുന്നു. അഷ്കർ അലി കരിമ്പ, ഈ മണിക്കൂറിലെ പൊളിറ്റിക്കൽ ബിഗ് ബ്രേക്കിംഗ് ആണ് റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്നത്. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുകയാണോ മമതാ ബാനർജിയുടെ നിർദ്ദേശാനുസരണം? സുജയ, PV അൻവർ എന്തായാലും രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. PV അൻവർ നിലവിൽ കൊൽക്കത്തയിലാണുള്ളത്. കഴിഞ്ഞ 2 ദിവസമായി തൃണമൂൽ കോൺഗ്രസിന്റെ അവിടെയുള്ള ദേശീയ സംസ്ഥാന നേതാക്കളുമായി വിവിധ കൂടിക്കാഴ്ചകൾ PV അൻവർ നടത്തിയിരുന്നു. അത്തരത്തിൽ മമതാ ബാനർജിയുമായി അടക്കം ഫോൺ മുഖേനയൊക്കെയുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് PV അൻവർ എത്തിയിരിക്കുന്നത്. PV അൻവർ നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി അംഗത്വം സ്വീകരിക്കുന്നതിന് നിയമപരമായ തടസ്സമുണ്ടായിരുന്നു. സ്വതന്ത്ര MLA നിലയിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അംഗത്വം ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച PV അൻവർ മറ്റേതെങ്കിലും പാർട്ടിയുടെ അംഗത്വം എടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ MLA പദവിക്ക് അയോഗ്യത വരും. ആരെങ്കിലും പരാതി നൽകുകയാണെങ്കിൽ MLA പദവി തന്നെ അയോഗ്യനാക്കാനുള്ള നീക്കം സ്പീക്കർക്ക് സ്വീകരിക്കാവുന്നതാണ്. അത്തരമൊരു നടപടി സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ മെമ്പർഷിപ്പ് സ്വീകരിക്കാതെ, തൃണമൂൽ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് സ്വീകരിക്കാതെ കേരള കോർഡിനേറ്റർ എന്ന പദവി സ്വീകരിക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനം. അതനുസരിച്ചുള്ള പ്രഖ്യാപനമാണ് PV അൻവർ നടത്തുകയും ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് രാഷ്ട്രീയ പോരാട്ടത്തിന് ഇറങ്ങുക എന്നുള്ള നിർദ്ദേശം തനിക്ക് ദീദിയിൽ നിന്ന്, അഥവാ മമതാ ബാനർജിയിൽ നിന്ന് ലഭിച്ചുവെന്നും അതിനടിസ്ഥാനത്തിൽ താൻ MLA സ്ഥാനം രാജിവെക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ PV അൻവർ തയ്യാറായിട്ടില്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള രാജ്യസന്നദ്ധതയിലേക്ക് PV അൻവർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. തൃണമൂൽ കോൺഗ്രസുമായുള്ള പ്രാഥമിക ചർച്ചയിൽ തന്നെ അത്തരമൊരു തീരുമാനത്തിലേക്ക് PV അൻവർ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നാളെ തിരുവനന്തപുരത്താണ് വാർത്താ സമ്മേളനം. PV അൻവറിന്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു
വിഷയം നിങ്ങളെ അറിയിക്കാൻ തിങ്കളാഴ്ച രാവിലെ 9:30 തിരുവനന്തപുരത്തെ ഹോട്ടൽ ദ ടെറേസിൽ വെച്ച് ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അത് ഈ രാജി പ്രഖ്യാപനം തൃണമൂൽ കോൺഗ്രസിനൊപ്പം നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു എന്നത് പ്രഖ്യാപിക്കാനാണ് എന്നത് ഉറപ്പിക്കാമോ? അൻവർ